നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രയിലെ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും റവലക്കൊണ്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ റവലക്കൊണ്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഒരു 50 മീറ്റർ താഴേക്ക് ഉള്ള ഒരു ഗുഹയാണ്. ആ ഗുഹയിലേക്ക് ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. ആ ഗുഹ എന്ന് പറയുന്നത് AD 850 ആന്ധ്രയിൽ ജീവിച്ചിരുന്ന ഒരു ഋഷിയായ വീരബ്രഹ്മേന്ദ്ര സ്വാമി എന്ന് പറയുന്ന ബ്രഹ്മംഗാരു, അദ്ദേഹത്തിന് ഇവിടെ ഒത്തിരി ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് ഈ കാലജ്ഞാന ഗ്രന്ഥം എന്ന ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഗുഹയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, കാരണം മഴയായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഗുഹയിൽ അദ്ദേഹം ഒരു കുറേ പശുക്കളൊക്കെ ഉള്ള ഒരു ഭൂസ്വാമിയായ ഒരു സ്ത്രീയുടെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പശുക്കളെയും കൊണ്ട് വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടിയെ അന്തരീക്ഷത്തിലേക്ക് നിർത്തി പശുക്കൾ അവിടെ തന്നെ നിൽക്കുക, എവിടെയും പോകാതെ, എന്നിട്ട് ഈ അടുത്തുള്ള ഗുഹയിൽ വന്നിട്ട് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്ന ഒരു കാര്യമുണ്ടായി. അപ്പം ഒരിക്കൽ എന്തോ സംശയം തോന്നി. അദ്ദേഹത്തിൻ്റെ യജമാനത്തിയായ ആ സ്ത്രീ ഇവരെ പുറകിന് വരികയും പിന്നെ അദ്ദേഹത്തെ അനുഗമിച്ചപ്പോഴാണ് ഇദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലായി. ഇവിടെ വച്ചാണ് അദ്ദേഹം ഈ കാലജ്ഞാനം എന്ന് പറഞ്ഞ വരും കാലങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം എഴുതുകയുണ്ടായി. ഇത് മഹാനന്ദി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടെമ്പിളുണ്ട്, അവിടത്തേക്കുള്ള ഗുഹമാർഗമാണ്. ഇവിടെ തെലുങ്കിൽ എഴുതിയിട്ടുണ്ട് മഹാനന്ദിക്ക് ദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഗുഹാമാർഗം മഹാനന്ദിക്ക് അന്ന് വഴിയുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ച് ദൂരം വരെ കാണാം മഹാനന്ദിക്കുള്ള. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ വന്ന പോലെ തന്നെയുള്ള ഒരു വഴിയാണ്. അപ്പം ഇത് മഹാനന്ദി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററോളം 120 കിലോമീറ്ററോളം ഒരു സ്ഥലമാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്കുള്ളൊരു വഴിയാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വഴിയാണ് കോനേരു എന്ന് പറയും. കോനേരു എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധ വെള്ളം. ഈ ഇതിനകത്ത് ഇത്രയും നല്ല പ്യൂരിറ്റിയുള്ള, എന്താ പറയുക, ഇത്രയും നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് കാണാം. എന്ത് ഭംഗിയാണ്, സൂപ്പറായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ഈ വെള്ളമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് കുളിക്കാനും കുടിക്കാനും എല്ലാം ഉപയോഗിച്ചിരുന്ന ശുദ്ധജല തടാകം. ഇത് കഴിഞ്ഞാൽ ശ്രീശൈലം ഇവിടെ കാണാം. ശ്രീശൈലാനിക്ക് ദാരി എന്ന് വെച്ചാൽ ശ്രീശൈലത്തേക്കുള്ള ഗുഹമാർഗമാണിത്. അതും ഇവിടെ നിന്നൊരു 200 കിലോമീറ്ററോളം ഉണ്ട്. 200 കിലോമീറ്ററോളം ഉണ്ട്, 150-200 കിലോമീറ്ററോളം ഉണ്ട്. അതിലേക്കുള്ള ഗുഹാമാർഗമാണ് ഈ കാണുന്നത്. അതങ്ങനെ പോകുന്നുണ്ട്, നീണ്ടു പോകുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ അടഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കാണാം നമുക്ക്. ഇപ്പം ആരും അത് ഉപയോഗിക്കുന്നില്ല, എങ്കിലും പണ്ട് അദ്ദേഹം ഇവിടെ നിന്നെല്ലാം നടന്നാണ് അങ്ങനെ യാത്ര ചെയ്തിരുന്നതാണ് പറയുന്നത്. ഇത് യാഗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള, അവിടെ ഒരു ഇതുപോലെ ബസവേശ്വര ടെമ്പിൾ ഉണ്ട്, അവിടത്തേക്കുള്ള ഗുഹമാർഗമാണ്. ഈ റൂട്ടിൽ 14 ക്ഷേത്രങ്ങളുണ്ടെന്നാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം കാലജ്ഞാനം എഴുതിയ സ്ഥലമാണ്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, തെലുങ്കിൽ എഴുതിയിട്ട്. ഈ സ്ഥലമാണ് അദ്ദേഹം കാലജ്ഞാനം എഴുതിയിരിക്കുന്നത്. എന്നെ കൂടാതെ മറ്റുള്ള കുറേ ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ. അവരെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ സ്ഥലത്തിരുന്നാണ് അദ്ദേഹം കാലജ്ഞാനം എഴുതിയെന്ന് പറയപ്പെടുന്നു. ഇത് വെറും പറയപ്പെടുന്നതല്ല, ഇതിന് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ ഒരു മൂർത്തിയുടെ ഒരു വിഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്തായ രവിപ്രകാശം കൂടെയുണ്ട്. ഈ സ്ഥലമാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് അച്ചമാമ്പ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യജമാനത്തി അദ്ദേഹത്തെ തിരക്കി വന്നപ്പോൾ അദ്ദേഹം
ഇവിടെ നിന്നിട്ട് കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നത്. ഈ കാലജ്ഞാന ഗ്രന്ഥം എഴുതുന്നത് കാണാനിടയായ സ്ഥലം. അതുകൊണ്ട് അവരുടെ ഒരു ഓർമ്മയ്ക്കായി ഇവിടെ ഇങ്ങനെ ഒരു ഇത് വച്ചിട്ടുണ്ട്. ഇതാ അവരുടെ അച്ചമ്മാമ്പ എന്ന് പറഞ്ഞ ആ അമ്മയുടെ ഒരു വിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ നിന്നുകൊണ്ടാണ് അവർ കാണുകയുണ്ടായത്. പക്ഷെ ഇതൊരു നല്ലൊരു സ്ഥലമാണ് കാണാനും, അതുപോലെ ഒരു എനർജി ഉള്ളൊരു സ്ഥലം. പക്ഷെ മഴയൊക്കെ വന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി കുറച്ച് ചെളിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യം തോന്നിയത് ഇതിനകത്തെ ആ വെള്ളമാണ്. ആ കോനേരു എന്ന് പറഞ്ഞ ആ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല ശുദ്ധജല വെള്ളം. ഇത് വെളിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള വഴിയാണ്. കുറേ ആൾക്കാരിവിടെ വരുന്നുണ്ട്. അപ്പം ശരി, താങ്ക് യു.